തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്താകും ജനവിധി? ആകാംക്ഷയിലാണ് നാട്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ തങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ എന്താകും അന്തിമ വിധി എന്നത് നാളെ രാവിലെ 8 മണിക്ക് ശേഷമാണ് നമുക്ക് അറിയാൻ കഴിയുക. വലിയ ആകാംക്ഷയിൽ നിൽക്കുന്ന ഒരു തദ്ദേശ ഭരണ സ്ഥാപനമാണ് കണ്ണൂർ കോർപ്പറേഷൻ. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രവുമാണ് കണ്ണൂർ. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കഴിഞ്ഞത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിശാസൂചികയായി ഈ ഫലം മാറിയേക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ആകാംക്ഷയിലാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ UDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് മുൻ മേയർ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനാണ്, UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അന്തിമ വിശകലനം, അവരുടെ പ്രതീക്ഷകളൊക്കെ തന്നെ നമുക്ക് ടി.ഒ. മോഹനോട് തന്നെ ചോദിക്കാം. വലിയ ആകാംക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. മുഖത്ത് അല്പം ചിരി കുറവാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ് നാളത്തെ ഒരു സാഹചര്യം എണ്ണുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു ടി.ഒ. മോഹനെ നമുക്ക് കാണാൻ കഴിയുമോ? നിറഞ്ഞ പുഞ്ചിരിയോടെ ഒരു ടി.ഒ. മോഹനല്ല, കോർപ്പറേഷൻ പരിധിക്കകത്തെ ജനാധിപത്യ വിശ്വാസികൾ പൂർണ്ണമായി ആ വിധിയോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ സന്തോഷത്തോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ 100% ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിയുന്നതിന് മുൻപ് മാധ്യമങ്ങളോടും അല്ലാതെയും പങ്കുവെച്ച കാര്യങ്ങൾ എന്താണോ അതിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടാക്കാത്ത തരത്തിലുള്ളതാണ്. അതിലും കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചില ഡിവിഷനുകളിൽ കിട്ടിയ വിവരം വെച്ച് വളരെ അനുകൂലമായ, ഞാൻ അന്ന് ആദ്യം മുതലേ തന്നെ പറഞ്ഞത് കഴിഞ്ഞ തവണ ലഭിച്ചത് 34 സീറ്റാണ്. ആ 34 സീറ്റിനെ മറികടന്ന് 35 സീറ്റിനെ മറികടന്ന് ഒരുപക്ഷെ 40ഓളം സീറ്റുകളിൽ തന്നെ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ചുറ്റുപാടുകൾ കണ്ണൂർ കോർപ്പറേഷൻ പരിധിക്കകത്തുണ്ട്. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച പ്രചരണം രാഷ്ട്രീയത്തിൽ ഒരാളും ഉപയോഗിക്കാത്ത തരത്തിലുള്ളതാണ്. പൊതുപ്രവർത്തനത്തിൽ നേതൃത്വം നൽകുന്ന, തദ്ദേശ ഭരണത്തിൽ നേതൃത്വം നൽകുന്ന ഉത്തരവാദപ്പെട്ട ആത്മാർത്ഥതയുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന തരത്തിൽ, അത് ഒരു ഘട്ടത്തിൽ CPMൻ്റെ ജില്ലയിലെ നേതാക്കന്മാർ പറഞ്ഞത് ജനങ്ങളിൽ വിശ്വാസമുണ്ടായിട്ടില്ല എന്ന നിലയിലേക്ക് വന്നപ്പോൾ CPMൻ്റെ ആളുകൾ കടലാസ് തുണ്ടിൽ എഴുതി കൊടുത്ത് അത് തെരഞ്ഞെടുപ്പിൻ്റെ റാലിയിൽ മുഖ്യമന്ത്രിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് വരെ CPM എത്തി. കോർപ്പറേഷനെതിരെ എന്ത് അറിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. വലിയ കനത്ത ആഘാതവും പരാജയവും നേരിൽ കണ്ടതുകൊണ്ട് അത് ലഘൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പ്രവർത്തനം മാത്രമായിട്ടാണ് കാണുന്നത്. കോർപ്പറേഷൻ പ്രദേശത്ത് പൂർണ്ണമായി ഇടതുപക്ഷ വിരുദ്ധ തരംഗങ്ങൾ ആഞ്ഞു വീശിയിട്ടുണ്ട്. മാത്രമല്ല, അതിനെ മറികടക്കാൻ CPMഉം BJPയും പല സ്ഥലത്തും മുന്നണിയായി മത്സരിച്ചിട്ടുണ്ട്. CPMൻ്റെ കുത്തക സീറ്റെന്ന് അവകാശപ്പെട്ട ചില സീറ്റുകളിൽ അവർ തോക്കുക മാത്രമല്ല, ഫലം വരുമ്പോൾ അവർ 3ാം സ്ഥാനത്തേക്ക് പിന്മാറി അവിടെ BJPക്ക് പിന്തുണ കൊടുത്തൊക്കെ കാണാൻ പറ്റും. അതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെയൊക്കെ വരുന്ന റിസൾട്ട് UDFന് അനുകൂലമായിരിക്കും. അത് നാളെ റിസൾട്ട് വരുമ്പോൾ ഒരു 10 മണിയോടുകൂടി ആളുകൾക്ക് ബോധ്യമാകും. നമുക്ക് 3 റബൽ ഭീഷണിയുള്ള 3 ഡിവിഷനുകളുടെ കാര്യമെടുക്കാം. ആ 3 ഡിവിഷനുകളുടെ ഒരു അവസ്ഥ എന്താണ്? പയ്യാമ്പലത്തെ ഒരു പൊതു സ്ഥിതി എങ്ങനെയാണ്? പയ്യാമ്പലത്ത് UDFന് ജയിച്ച് വരാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? റബൽ എത്ര വോട്ട് പിടിക്കും എന്നാണ് നിങ്ങൾ കണക്ക് കൂട്ടുന്നത്? ഞങ്ങൾ റബലിനെ ആദ്യഘട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും പിന്നീട് ഞങ്ങൾ കാര്യമാക്കിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയമാണ്, ഞങ്ങൾ പറഞ്ഞത് വികസനമാണ്, ഞങ്ങൾ പറഞ്ഞത് നാളത്തെ കണ്ണൂരിൻ്റെ കാര്യമാണ്. അത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെ നേരിട്ടുള്ള ഒരു പോരാട്ടവും മത്സരവും വരുമ്പോൾ അവിടെ മുന്നണിക്ക് പുറത്ത് പാർട്ടി ചിഹ്നത്തിൽ അല്ലാതെ മാറി തെറ്റി മത്സരിക്കുന്ന ആളുകളെ ഗണിക്കാൻ, കൗണ്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാവില്ല എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട്. അവർ സ്വല്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ എന്നൊക്കെ നിലയിൽ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ എന്നൊക്കെ നിലയിൽ ഉണ്ടാക്കിയെടുത്ത സ്വാധീനത്തെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തിയിട്ടുണ്ടാവാം. അത് ചില ആളുകൾ വീണുപോയിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും നമ്മുടെ വിജയത്തെ
എതിർക്കില്ല, വിജയത്തിന് ദോഷകരമായി ബാധിക്കില്ല. അത് പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ മറ്റൊന്നിനെയും അത് സ്വാധീനിക്കാതെ. അമ്പലത്തെ എത്ര വോട്ടിന് ജയിക്കുമെന്നാണ് പയ്യാമ്പലത്ത് നിന്ന് 100-ൽ കുറയാത്ത വോട്ടിന് തന്നെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥി, ഡെപ്യൂട്ടി മേയറായിട്ടുള്ള അഡ്വക്കേറ്റ് പി ഇന്ദിര വിജയിക്കും. ആ 100-ൽ കൂടുതൽ വോട്ടിന് വിജയിക്കും. ഒരു 100 വോട്ടെങ്കിലും അവിടെ റബൽ പിടിക്കുമെന്ന് കരുതുന്നുണ്ട്. തീർച്ചയായും ഒരിക്കലുമില്ല. അത് നിങ്ങൾക്ക് ഫലം വരുമ്പോൾ ബോധ്യമാകും. ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ ചില ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതു. 100-ൽ താഴെ വോട്ട് മാത്രം. വളരെ തുറന്നു. കാരണം അവിടെ CPM-ഉം BJP-യും അതുപോലെ തന്നെ മറ്റു ചില ഘടകങ്ങളും ആ റബലിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം സ്വീകരിക്കുകയും അവർക്ക് മറ്റു പല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തത് കൃത്യമായി അവിടെയുള്ള ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീടുണ്ടായ ഒരു ലക്ഷ്യം അവർക്ക് വിജയിക്കുകയല്ല, മറിച്ച് UDFൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുകയാണ് എന്ന നിലയിലേക്ക് ആ പ്രവർത്തന രീതി മാറി. അത് ബോധ്യമായ ആളുകൾ തന്നെയാണ് ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി രംഗത്ത് വരികയും അവർക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളത്. അവിടെ മത്സരം BJP-യും UDF-ഉം തമ്മിൽ. ഞാൻ പറഞ്ഞല്ലോ, പല സീറ്റുകളിലും ഇപ്പോൾ CPM-ൻ്റെ ചില ആളുകളെ മാധ്യമങ്ങൾ തന്നെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ UDF-നെതിരാണ്, കോൺഗ്രസിനെതിരാണ്. പക്ഷേ അത് ഘട്ടം ഘട്ടമായി അവർക്ക് അനുകൂലമായി വരുമെന്ന് പറയുമ്പോൾ അവർ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. കോർപ്പറേഷൻ്റെ പല ഡിവിഷനുകളിലും അവർ 3-ാം സ്ഥാനത്തേക്കും 4-ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. ആ സമയത്തും വലിയ വാക്കുകൾക്ക് ഒരു കുറവും വരുത്തുന്നില്ല. അത് നിങ്ങൾ നോക്കിക്കോളൂ. അവിടെ CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അവസ്ഥ പരമദയനീയമായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലയിൽ അവിടെ CPM ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അതായത് BJP-ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് കുറക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം അവിടെ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ ആദികടലായി ഡിവിഷനാണ്. KPCC അംഗം റിജിൽ മാക്കുറ്റിയാണ് അവിടെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ആദികടലായിയുടെ ഒരു സ്ഥിതി എന്താണ്? ഉറപ്പായും UDF ജയിക്കുന്ന ഗണത്തിൽപ്പെടുത്തിയ ഒരു ഡിവിഷനാണോ ആദികടലായി, അല്ല ഫൈറ്റാണോ, എന്താണ്? ആദികടലായി സീറ്റിൻ്റെ ഒരു പൊതുവെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലെ ചിത്രവും UDF പരാജയപ്പെട്ടൊരു സീറ്റാണ്. അത്തരമൊരു പരാജയപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് പൊതുപ്രവർത്തനത്തിൽ പുതുതായിട്ട് വിനിയോഗിക്കാൻ കുട്ടികൾ ഉൾപ്പെടെ പുതിയ ആളുകളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ശ്രീ റിജിൽ മാക്കുറ്റിയെ ഞങ്ങളോട്ട് നിശ്ചയിച്ചത്. അതൊരു വലിയ കടുത്ത നല്ല മത്സരമായിട്ട് തന്നെ മാറി. അതിനിടയിലാണ് ഒരു റബൽ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അവിടെയും ചില സ്പോൺസർമാരൊക്കെ ഉണ്ട്. പക്ഷേ ആ റബലിനെയും മറികടന്ന്, ഇടതുപക്ഷത്തെയും മറികടന്ന് UDFൻ്റെ സ്ഥാനാർത്ഥി റിജിൽ വിജയിക്കുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അവിടെയും ഇടതുപക്ഷത്തിൻ്റെ ചില വോട്ടുകൾ ഉൾപ്പെടെ UDFന് അനുകൂലമായിട്ട് വരും. ആകെ കൂട്ടി കണക്ക് കൂട്ടുമ്പോൾ റിജിൽ മാക്കുറ്റി അവിടെ 200-ലധികം വോട്ടിന് വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ആ നിലയിലാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ പോകുന്നത്. അത് ഇപ്പോഴത്തെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമാണ് ആദികടലായിലെ ഒരു ഡിവിഷൻ്റെ ഇപ്പോഴത്തെ ചിത്രം. UDFന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഡിവിഷനായി അത് ഈ വാർഡ് ഡിവിഷൻ പുനർനിർണയത്തിന് ശേഷം വന്നിട്ടുണ്ട്. അവിടെയാണ് ഈ റിബൽ വന്നത്. റിബൽ വന്നില്ലായിരുന്നെങ്കിൽ വലിയ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. റിബൽ അവിടെ ഒരു ഭീഷണിയായി വരുമോ? പ്രാദേശികമായി UDFൻ്റെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ചോർത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനം അവിടെ റിബലിൻ്റെ ഭാഗത്ത് നടന്നു എന്ന് കരുതുന്നുണ്ടോ? അങ്ങനെയല്ല. ഈ ആദികടലായി സീറ്റ് അങ്ങനെ വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും ഉണ്ടായിട്ടില്ല. മറിച്ച് അവിടെ കോർപ്പറേഷൻ രൂപീകരിച്ചതിന് ശേഷമുള്ള 2 തെരഞ്ഞെടുപ്പിലും CPIയുടെ പ്രതിനിധിയായാണ് അവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വിജയിച്ചത്. ജയിച്ചു കഴിഞ്ഞാൽ ആ ഡിവിഷനിൽ ഒരു കാര്യവും അവർ ചെയ്യാറില്ല. ആ പ്രദേശം മറ്റു പല പ്രദേശങ്ങളും നന്നായിട്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൻ്റെ ഗുണഫലം അവിടുത്തെ ആളുകൾക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ ആദികടലായ ഡിവിഷനിൽ അത് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജയിച്ചാൽ പിന്നീട് ആളെ കാണുന്നില്ല, വിളിച്ചാൽ ഫോണിൽ കിട്ടുന്നില്ല, ഒരു കാര്യവും പറയാൻ കഴിയുന്നില്ല, ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം അവിടെ അനുഭവപ്പെടുന്നില്ല എന്ന നിലയിലേക്ക് ആ പ്രദേശത്ത് എത്തിയത് കൊണ്ട് തന്നെ മാറ്റം അവർ തീരുമാനിച്ചതാണ് ജനങ്ങൾ. അതിനു മുമ്പിലേക്കാണ് പോകുന്നത്. അവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ റബലെന്ന് വിശേഷിപ്പിക്കാം ഒരാൾ രംഗത്ത് വന്നതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അവിടെയും ചില ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പക്ഷേ ആ മുന്നണി സംവിധാനത്തിനകത്ത്, പാർട്ടി സംവിധാനത്തിനടുത്ത് ഒരു തീരുമാനമെടുത്തത് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനകത്ത് ഭിന്നിപ്പിച്ചിട്ട് ആളുകൾ വരാൻ ശ്രമിച്ചാൽ
അതിനെ പരാജയപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിയുടെ മുന്നണിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അതാണ് ചെയ്യുക. കാരണം അവിടെ ഒരു മുന്നണി ചർച്ച വളരെ ദീർഘമായിട്ട് നടത്തിയിട്ടാണ് പരസ്പരം സീറ്റുകൾ തീരുമാനിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ്സിന് കിട്ടുന്ന സീറ്റിൽ ലീഗും ലീഗിന് കിട്ടുന്ന സീറ്റിൽ കോൺഗ്രസും അങ്ങനെ മത്സരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ മുന്നണി സംവിധാനത്തിൽ പ്രസക്തിയുണ്ടോ? തീരുമാനം അന്തിമമായി നേതാക്കന്മാർ ചേർന്ന് നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ അതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും അത് അംഗീകരിക്കുക എന്നത് ഒരു പൊതുനയമാണ്. ആ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അവർ പാർട്ടി പ്രവർത്തകരല്ല, മുന്നണി പ്രവർത്തകരല്ല എന്ന് നേതൃത്വത്തിന് പ്രഖ്യാപിക്കേണ്ടി വരും. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനായ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെ ആ പ്രദേശത്ത് വന്ന് അത് അണികളോടും ജനങ്ങളോടും പറഞ്ഞത്. മുനവറിൽ തങ്ങൾ വന്നു, അവിടെയുള്ള ആളുകളോട് പറഞ്ഞു. അവരൊക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അവരൊക്കെ പ്രവർത്തന രംഗത്ത് സജീവമായി മാറുകയും തെരഞ്ഞെടുപ്പ് ദിവസം ഇവരൊക്കെ തന്നെ അപ്രസക്തമാവുകയും ചെയ്യുന്നത് അവിടെ നേരിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. ഒരു സംശയവുമില്ല. വാരത്തും സമാനമായ സ്ഥിതി. വാരത്തും വലിയ ഭൂരിപക്ഷത്തിന് UDF ജയിക്കേണ്ട ഒരു ഡിവിഷനാണ്. അവിടെയും ഈ റിബലാണ് പ്രശ്നം. അതും മുസ്ലിം ലീഗിൽ നിന്നാണ് ആ റിബലും വന്നിട്ടുള്ളത്. അവിടെ വാരം സീറ്റ് കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന സീറ്റാണ്. ആ സീറ്റാണ് കഴിഞ്ഞ തവണ ഒരു ധാരണ DCC പ്രസിഡൻ്റായിരുന്ന സതീശൻ പാച്ചേനി അടുത്ത തവണ നിങ്ങൾക്ക് ആ സീറ്റ് മത്സരിക്കാൻ അനുവദിക്കാം, മറ്റൊരു സീറ്റുമായി വെച്ച് മാറാം എന്നൊക്കെ പറഞ്ഞു. അത് മുന്നണിക്കകത്ത് ചർച്ച നടന്നു, ചെറിയ തർക്കമുണ്ടായി, തീരുമാനമെടുത്തു. കോൺഗ്രസ് പ്രവർത്തകന്മാർക്കൊക്കെ അതിനകത്ത് അവിടെ കുറച്ച് അമർഷമൊക്കെ ഉണ്ടായി, പ്രയാസമുണ്ടായി. പക്ഷേ ആ തീരുമാനം അന്തിമമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ കഴിഞ്ഞ 2 തവണയും ഇല്ലാത്തതിനേക്കാളും ആവേശത്തോടെ ആ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുകയും മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരാളാണ് അവിടെ ഇപ്പോൾ റബലായിട്ട് മത്സരിക്കുന്നത്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവിടെ നടന്നിട്ടുണ്ട്. അവിടെയും ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് എന്താണോ മുന്നണി തീരുമാനം, ആ തീരുമാനം പൂർണ്ണമായി ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുകയും അതിന് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. അന്തിമ ഈ 3 ഡിവിഷൻ്റെ കാര്യത്തിലും ഒരു സംശയവുമില്ല. ഈ 3 ഡിവിഷൻ്റെ കാര്യത്തിലും ഒരു സംശയവും ഞങ്ങൾക്ക് അവശേഷിക്കുന്നില്ല. 3 ഡിവിഷനിലും, 3 എന്നല്ല ബാക്കി എല്ലാ കാര്യവും, ഈ നിങ്ങൾ വിമതന്മാരുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന 3 ഡിവിഷനുകളിലും ആ ഭാവിയിലും വിമതന്മാരായി നിന്നാൽ മുന്നണിയിലോ പാർട്ടിയിലോ രക്ഷയില്ല, ജനങ്ങൾ സ്വീകരിക്കില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിധി അവിടെ ഉണ്ടാകും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട വലിയ പോരാട്ടം നടക്കുന്നത് പഞ്ഞിക്കയിൽ ഡിവിഷനിലാണ്. PK രാഗേഷ് എന്താകും സ്ഥിതി? അവിടെ ഏത് രീതിയിലാണ് ഒരു ചതുഷ്കോണ മത്സരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ളൊരു മത്സരമാണല്ലോ അവിടെ നടക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു അട്ടിമറിയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ഉറച്ച സീറ്റാണ്. അവിടെ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി PK രാഗേഷിന് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ജനങ്ങൾ നിരീക്ഷിച്ച് വരികയാണ്. അദ്ദേഹത്തിന് പാർട്ടിയുടെ നേതൃത്വ രംഗത്തൊക്കെ പ്രവർത്തിച്ച ഒരാൾ, പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരാളെ പാർട്ടി മാറ്റി നിർത്തണ്ട എന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് തെറ്റുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിട്ടും കോൺഗ്രസിൻ്റെ പ്രിയങ്കരനായ നേതാവ് ശ്രീമാൻ K സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനിതക്കും സീറ്റ് നൽകിയത്. 2 പേരെയും വിജയിപ്പിച്ചെടുത്തു. PK രാഗേഷിനെ മറ്റു പല സ്ഥലങ്ങളിലും പരീക്ഷിച്ചുവെങ്കിലും അവരെ ഒന്നും തന്നെ പ്രവർത്തകന്മാർക്ക് സ്വീകാര്യമല്ല. അദ്ദേഹം അവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പ്രവർത്തകന്മാർ മറ്റ് പല മണ്ഡലങ്ങളിലും ഡിവിഷനുകളിലും പറഞ്ഞപ്പോൾ ആ വെല്ലുവിളി ഞാൻ സ്വയം ഏറ്റെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീമാൻ K സുധാകരൻ അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന ആലിംഗിയിൽ എന്ന് പറയുന്ന ഏകദേശം അതിന് തൊട്ട് മുമ്പത്തെ കൗൺസിലറായിരുന്ന ശ്രീമതി മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി KK ഭാരതി 600-ലധികം വോട്ടിന് വിജയിച്ച ആലിംഗിൽ ഡിവിഷനിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയത്. അവിടെയും പ്രവർത്തകന്മാരുടെ പ്രശ്നമുണ്ട്. ഏകദേശം 350ഓളം വോട്ടിന് മാത്രമാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പിന്നീടും അദ്ദേഹം പാർട്ടി വിരുദ്ധ പ്രവർത്തനം തുടരുന്നു. അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണത്തിൽ അദ്ദേഹം അകാരണമായി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മുന്നണിക്കും പാർട്ടിക്കും തലവേദന ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. അതുപോലെ തന്നെ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി അദ്ദേഹം പള്ളിക്കുന്ന് ബാങ്ക് പാർട്ടിയുടെയോ മുന്നണിയുടേതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റേതാണ് എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനവിടെ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹത്തിൻ്റെ അജ്ഞാനവർത്തികളായി നിൽക്കുന്ന കുറച്ച് ആളുകൾ ഡയറക്ടറാക്കി കൊണ്ടുവന്നു. അവരൊക്കെ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകളെയും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെയും ഒക്കെ തന്നെ നിയമിച്ച് ആ നിലയിൽ ബാങ്കിനെ കൊണ്ടു നടക്കുന്നതൊക്കെ വന്നപ്പോൾ അതിൽ പാർട്ടിക്ക് ഒരു പരിധിയോളം നോക്കി നിൽക്കാൻ കഴിയില്ല, ഒരു പരിധിയിലപ്പുറം. അപ്പോൾ അതിനകത്ത് താക്കീത് കൊടുത്തു, തിരുത്താൻ തയ്യാറായില്ല.
അങ്ങനെയാണ് അവസാനം അദ്ദേഹത്തിനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിക്ക് മാറ്റി നിർത്തിയത്. ഇപ്പോഴും അദ്ദേഹം ആ പ്രവർത്തനം തുടരുന്നു. ആ പ്രവർത്തനങ്ങൾ തുടരുമ്പോൾ ഇത് നിരീക്ഷിക്കുന്ന യഥാർത്ഥ പാർട്ടി പ്രവർത്തകന്മാർക്ക് അല്ലെങ്കിൽ പാർട്ടി അനുഭാവികൾക്ക് അത് തള്ളിക്കളയാൻ കഴിയില്ല. അവർ രാഷ്ട്രീയമായി തന്നെ പ്രതികരിക്കും. ആ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുണ്ടാകും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഉറച്ച കോട്ട എന്നുള്ള നിലയിൽ ആ കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസ്സിന് തന്നെ തിരികെ കൊടുക്കാൻ അവിടുത്തെ പാർട്ടി മുന്നണി പ്രവർത്തകന്മാർ തയ്യാറാകും, അനുഭാവികൾ തയ്യാറാകും, വോട്ടർമാർ തയ്യാറാകും. നിങ്ങൾ കണക്ക് കൂട്ടുന്ന ഈ 34 പ്ലസ് ആ കണക്കിൽ ഈ പഞ്ഞിക്കയിലൊക്കെ ഉൾപ്പെടുത്തി തന്നെയാണോ കണക്ക് കൂട്ടിയിട്ടുള്ളത്? പഞ്ഞിക്കൽ ഞങ്ങളുടെ ഉറച്ച സീറ്റാണ്. ആ നിലയിൽ അതിനെ മാറ്റി നിർത്തേണ്ട. പള്ളിയാമൂല ഞങ്ങളുടെ ഉറച്ച സീറ്റാണ്. പള്ളിയാമൂലയിലും ഇപ്പം മുമ്പ് 2015 നമുക്ക് മനസ്സിലാക്കേണ്ടത് പള്ളിയാമൂലയിൽ റബലായിരുന്ന ആൾ 500-ലധികം വോട്ട് വാങ്ങിയിട്ടും ആ വോട്ടിനെ മറികടന്നുകൊണ്ട് UDFൻ്റെ സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചിട്ടുണ്ട്, 200-ലധികം വോട്ട് വാങ്ങിയിട്ട് ഭൂരിപക്ഷത്തിന്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നൊരു ഭീഷണിയില്ല. ഞങ്ങൾക്ക് കോൺഗ്രസിൻ്റെ UDFൻ്റെ ഉറച്ച കൊട്ടകൾ അതുപോലെ സംരക്ഷിക്കാൻ പ്രവർത്തകന്മാർ കൈമെയ് മറന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാവുകയും ചെയ്യും. ഈ കൊക്കേൻപാറയിൽ എന്താണ് സ്ഥിതി? അവിടെ മത്സരം ആരൊക്കെ തമ്മിലാണ്? LDFൻ്റെ സിറ്റിംഗ് സീറ്റാണ് അത്. അവിടെ ഇത്തവണയും LDF ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ഡിവിഷനാണ് കൊക്കേൻപാറ. അവിടെ ശരിക്കും മത്സരം ആരാണ്? BJPയും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് കൊക്കേൻപാറ ഇത്തവണ പിടിച്ചെടുക്കുമെന്ന്. കൊക്കയംപാറയുടെ രാഷ്ട്രീയമൊക്കെ മാറി മറിഞ്ഞ് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്താണ്. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 2 തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിൻ്റെ CPMൻ്റെ ഉറച്ച സീറ്റായിട്ട് അവർക്ക് കൈവശം വെച്ച സീറ്റാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നിരീക്ഷിക്കുന്നത് അവിടെ CPM ഇടതുപക്ഷം 3ാം സ്ഥാനത്തേക്ക്, 1ൽ നിന്ന് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും അവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF അവിടെ വിജയിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണാൻ കഴിയും എന്നതാണ് അവിടെ ഫീൽഡുമായി ബന്ധപ്പെട്ടപ്പോഴും പ്രവർത്തകന്മാരുമായി ബന്ധപ്പെട്ടപ്പോഴും വോട്ടർമാരുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോഴും ബോധ്യമാകുന്ന ഒരു വസ്തുത. ഈ BJP എവിടെയെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ടോ? ഒരു അക്കൗണ്ട് കഴിഞ്ഞ തവണ തുറന്നതാണ്. ആ അക്കൗണ്ട് നിലനിർത്തുമോ പൂട്ടുമോ? BJP അവകാശപ്പെട്ടത് 6 സീറ്റിൽ കോർപ്പറേഷൻ പരിധിക്കകത്ത് ജയിക്കുമെന്നാണ്. അവരുടെ പ്രഖ്യാപനം അതുപോലെ തന്നെ സംഭവിക്കും എന്നാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. പക്ഷേ അതിന് ചെറിയൊരു ഭേദഗതി ഉണ്ടാവും. ആ 6ൻ്റെ വാലുണ്ടാവില്ല എന്നതാണ് ഞാൻ നിരീക്ഷിക്കുന്നത്. ഒറ്റ സീറ്റും കിട്ടില്ല, വട്ടപ്പൂജ്യം. തർക്കം വേണ്ട, റിസൾട്ട് വരാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഒരുപാട് പ്രശ്നങ്ങൾ ഈ മുന്നണിക്കകത്ത് അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് കലുഷിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി BJPക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്കതാണ് സാധിക്കുക. വർഗീയ പ്രചാരണത്തിൻ്റെ അങ്ങേ അറ്റത്ത് അവരെത്തി, ഏറ്റവും ഉന്നതമായ സ്ഥലങ്ങളിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും പോയി വീടുകൾ കയറിയുള്ള വർഗീയ പ്രചരണം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് നമ്മളൊക്കെ കാത്തു സൂക്ഷിക്കേണ്ട മൂല്യങ്ങൾ എന്താണ് എന്ന് മറികടന്നുകൊണ്ട് അധികാരത്തിന് വേണ്ടി മാത്രം എന്ത് നെറികെട്ട പ്രവർത്തനവും ചെയ്യാം, അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്, മാർഗം പ്രശ്നമല്ല എന്ന നിലയിലേക്ക് BJP അധപ്പതിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ശിക്ഷ ജനങ്ങളിൽ നിന്ന് ലഭിക്കും. അവർ പ്രഖ്യാപിച്ച 6ൻ്റെ വാലില്ലാത്ത 6 ആയിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകും. പുതിയ മറ്റേതെങ്കിലും കക്ഷി കോർപ്പറേഷനിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? SDPയും വലിയ അവകാശവാദം 2 സീറ്റിൽ തങ്ങൾ ജയിക്കും എന്ന് അവരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ആ അവകാശവാദത്തിന് ഒരു പ്രസക്തിയുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അത് മുന്നണി എന്ന നിലയിൽ ഇടതുപക്ഷവും UDFും ആ നിലയിലല്ലാതെ മറ്റൊരു അക്കൗണ്ട് ഇവിടെ തുറക്കാൻ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു സാധ്യതയും ഞങ്ങൾ കാണുന്നില്ല. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം അതാണ്. അതിനപ്പുറത്തേക്ക് കടക്കുക എന്നുള്ളത് നാളെ നമുക്ക് റിസൾട്ട് വരുമ്പോൾ മാത്രം കാണാം. LDFൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് 31 മുതൽ 34 വരെ സീറ്റ്, അത് 24 സീറ്റ് ഉറപ്പാണ്. 9 സീറ്റ് വരെ മറ്റ് വലിയ ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിൽ 9 സീറ്റ് വരെ LDFന് കിട്ടാനും സാധ്യതയുണ്ട്. ഇതാണ് LDFൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ആഗ്രഹിക്കുന്നതിന് ഒരു നികുതിയും കൊടുക്കണ്ട, ഒരു തർക്കവും വേണ്ട. പക്ഷേ CPM ഉറച്ച കോട്ടകൾ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ ഏറ്റവും ഉറച്ചത് കോർപ്പറേഷൻ പരിധിക്കകത്ത് എണ്ണുന്ന ഒരു 5-6 സീറ്റ് CPMൻ്റെ ഉറച്ച സീറ്റെന്ന് എണ്ണുന്ന സീറ്റിൽ ആറ്റടപ്പ UDFനോടൊപ്പമാണ് വന്നത്.
അതുപോലെ ഇത്തവണ അതിലും ഉറച്ച സീറ്റായിട്ട് വിശേഷിപ്പിക്കുന്ന പരമ്പരാഗതമായി കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ചില വലിയ തലകൾ ഉരുണ്ട് താഴെ വിടും, ഞങ്ങളെ പക്ഷത്തേക്ക് വരും. അതെന്താണ് എന്നുള്ളത് നാളെ നേരിട്ട് ബോധ്യപ്പെടും. അതിൻ്റെ റിസൾട്ട് നാളെ കൊറ്റാളി ഉൾപ്പെടെ കൊറ്റാളിയൊക്കെ വരും, കൊറ്റാളി വരും, കുന്നാവ് വരും, നിങ്ങൾ തർക്കം വേണ്ട. താഴെ ചൊവ്വ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ കയ്യിലേക്ക് വരും. തെക്കി ബസാർ യു ഡി എഫിൻ്റെ കയ്യിൽ വന്നാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. അവിടങ്ങളിലൊക്കെയുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങൾ എന്താണ്? CPM എന്ന് പറയുന്നൊരു പാർട്ടി ജനങ്ങളുടെ മുമ്പാകെ മൂല്യബോധമുള്ള, മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പാർട്ടി എന്ന് ഒരു പുറംപൂച്ച് അവതരിപ്പിച്ചിട്ട് അതല്ല, അതിനുള്ളിൽ നടക്കുന്ന വലിയ കൊള്ളയും കുതികാൽ വെട്ടും അതിലപ്പുറം ധനസമാഹരണവും സമ്പാദനവും ഏത് മാർഗവും ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനമൊക്കെ തന്നെ ജനത്തിന് ബോധ്യമായിട്ടുണ്ട്. അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ മാനസിക പ്രയാസമാണ് നമ്മൾ കാണുന്നത്. അവരേറ്റവും കൂടുതൽ വേദനിക്കുകയാണ്. ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരുടെ ഈ പ്രവർത്തന ശൈലിയെക്കുറിച്ചാണ്. പക്ഷേ ഞങ്ങളതിൻ്റെ പാർട്ടിയിൽ വിശ്വസിച്ചു പോയി, പിന്നെ ഞങ്ങൾക്ക് എന്താണ് മാർഗം? ഇത് കോർപ്പറേഷന് മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അവർ 9.5 വർഷം ചെയ്തത് എന്താണ്? ഇവിടെ വലിയ പൊതുയോഗത്തിനകത്ത് വലിയ വായിൽ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടാൽ അവിടെ പോയിരുന്ന് കൈയടിക്കുന്നവർ വളരെ ന്യൂനപക്ഷമാണ്. ജനങ്ങളും വോട്ടും ഇരിക്കുന്നത് വീടുകളിലാണ്, ഗ്രാമങ്ങളിലാണ്. അവരുടെയൊക്കെ അവസ്ഥ പരമദയനീയമാണ്. ദൈനംദിന ജീവിതം ബുദ്ധിമുട്ടാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെക്കുറിച്ച് പറയേണ്ടതുണ്ടോ? ഇപ്പം ക്ഷേമ പെൻഷനെക്കുറിച്ച് പറഞ്ഞു. 17 മാസത്തെ നിർമ്മാണ തൊഴിലാളി പെൻഷൻ കുടിശ്ശികയാണ്. അംശാദായം അടച്ച ആളുകളുടെ അവസ്ഥയാണ് എത്രയൊക്കെ മേഖലകളിൽ. അങ്ങനെ അതൊക്കെ നിലനിൽക്കുകയാണ്. ആയിരക്കണക്കായ അധ്യാപകർ അവിടെ സ്ഥിരപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ വ്യത്യസ്ത മേഖല, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് കൊടുക്കാതെ, DA കുടിശ്ശിക സംബന്ധിച്ച്, പെൻഷൻകാരുടെ കുടിശ്ശിക സംബന്ധിച്ച്, ഇങ്ങനെയൊക്കെ ഒരുപാട് മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ നാട് അങ്ങ് മാറി. എന്ത് മാറ്റമാണെന്ന് ആളുകൾ പറയുന്നു എന്ന് പറയുന്നത് മാറ്റമല്ല, കേരളത്തിൽ ഈ ഭരണത്തിൻ്റെ നാറ്റമാണ് അനുഭവപ്പെടുന്നത് എന്ന് ഈ ഭരണകർത്താക്കളെ ബോധ്യപ്പെടുത്തുന്ന റിസൾട്ട് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അത് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ട് ഇതിൻ്റെ വിധിയെ നമുക്ക് കാണാനും കൂടി കഴിയും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും നമുക്ക് നാളെ കാണുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ചിരിയോടുകൂടി തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ DCC ഓഫീസ് പരിസരമാകെ ജനനിബിഡമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. അത് തന്നെയാണല്ലോ അല്ലേ? ഒരു തർക്കവും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ 34-35 സീറ്റല്ല, ഞങ്ങൾ പറയുന്നത് 40 സീറ്റിലേക്കാണ്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ സീറ്റിനെ മറികടക്കുമെന്നാണ്. ഒന്നെങ്കിലും അധികം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമത്തിലാണ്. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ പൂർണ്ണമായി ആ ജനങ്ങളുടെ അംഗീകാരം വാങ്ങിയ ഒരു റിസൾട്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ഉണ്ടാകും. അത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുത്താൻ ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ആ നിലയിൽ വിജയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജനങ്ങളുടെ വിധി എന്താണോ ആ വിധിക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായ അഡ്വക്കേറ്റ് TO മോഹനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ നിന്നൊക്കെ വായിച്ചെടുക്കാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള അടിയൊഴുക്ക് ഉണ്ടായിട്ടുണ്ട്. വലിയ അട്ടിമറികൾ പ്രതീക്ഷിക്കുകയാണ്. ആകാംക്ഷയുണ്ടാകും. ഏതൊക്കെ തലകൾ വാഴും, ഏതൊക്കെ തലകൾ ഉരുളും എന്നൊക്കെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. വലിയ ആത്മവിശ്വാസം UDF പ്രകടിപ്പിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കഴിഞ്ഞ തവണ 34 സീറ്റ് ആണ് ലഭിച്ചത്. ഒരു വിമതനായി മത്സരിച്ച ആൾ കൂടി UDF പക്ഷത്തേക്ക് ചേർന്ന് അങ്ങനെ 35 എന്ന ആ കണക്കാണ്. അതിൽ നിന്നൊക്കെ മുന്നോട്ടേക്ക് പോകാൻ ഉറപ്പായും കഴിയും എന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ഈ LDFിന് കിട്ടാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. LDFിൻ്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത് 31 സീറ്റ് മുതൽ 34 വരെ സീറ്റ് എന്നാണ്. 24 സീറ്റ് LDF ഉറപ്പിക്കുന്നുണ്ട്. അതിനൊപ്പം 9 സീറ്റ് എന്തായാലും ജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നാണ് ഈ പോളിംഗിന് ശേഷവും LDFിൻ്റെ അവകാശവാദം. ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ പിടിച്ചെടുക്കുമെന്ന് LDF വലിയ രീതിയിലുള്ള പ്രചരണവും നടത്തിയിട്ടുണ്ട്. അതൊക്കെ തള്ളുകയാണ് അഡ്വക്കേറ്റ് TO മോഹനൻ ചെയ്തിട്ടുള്ളത്. ആ അവകാശവാദമായി തന്നെ നിൽക്കും. ഈ UDF ഈ കോർപ്പറേഷൻ ഭരിക്കുകയും ചെയ്യും എന്നാണ് അഡ്വക്കേറ്റ് TO മോഹനൻ വ്യക്തമാക്കിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.